അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പെരുമ്പാവൂർ നഗരസഭയിലേക്ക് പ്രതിഷേധ ധർണയും മാർച്ചും സംഘടിപ്പിച്ചു. പെരുമ്പാവൂർ വെജിറ്റബിൾ മാർക്കറ്റിന് മുന്നിൽ നിന്നും ആരംഭിച്ച മാർച്ച് നഗരസഭാ ഓഫീസിന് മുന്നിൽ അവസാനിച്ചു. പ്രതിഷേധ ധർണ സിന്ദാബാദ്, പ്രതിഷേധ ധർണ സിന്ദാബാദ്. ഭരണം കിട്ടി കേറിയിട്ട്, ഭരണം കിട്ടി കേറിയിട്ട് മാസം 2 കഴിഞ്ഞപ്പോൾ കന്മറ കാട്ടി കോൺഗ്രസ്. UDF-ൻ ഭരണത്തിൽ, UDF-ൻ ഭരണത്തിൽ, അഴിമതി മുഴുകിയ ഭരണത്തിൽ, അഴിമതി മുഴുകിയ ഭരണത്തിൽ. മഹിളാ അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷിജി ശിവജി ഉദ്ഘാടനം നിർവഹിച്ചു. സമസ്ത മേഖലയിലും വികസനത്തിനും ക്ഷേമത്തിനും മുൻതൂക്കം നൽകി മുമ്പോട്ട് പോയ ഒരു സർക്കാർ. ആ സർക്കാരിനെ ഏതു വിധേനയും അട്ടിമറിക്കണമെന്ന തീരുമാനത്തോടുകൂടി എല്ലാ വർഗീയ രാഷ്ട്രീയ പാർട്ടികളുമായി കൂട്ടുചേർന്ന് കള്ളക്കഥകളും നുണപ്രചാരണങ്ങളും നടത്തി കോർപ്പറേറ്റ് മാധ്യമങ്ങളെയും സാമൂഹ്യ മാധ്യമങ്ങളെയും കൂട്ടുപിടിച്ചുകൊണ്ടാണ് കേരളത്തിലെ ജനങ്ങളുടെ പൊതുവികാരത്തെ, പൊതുജനാഭിപ്രായത്തെ അട്ടിമറിച്ചത്. രാഷ്ട്രീയ കേരളം ഏതായാലും UDF-ന് അനുകൂലമായി വോട്ട് ചെയ്തു. പക്ഷേ ആ വോട്ട് ചെയ്ത അധികാരത്തിലേറി 80-85 ദിവസം പിന്നിടുമ്പോൾ എന്താണ് നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? ഓരോ മലയാളിയും ചോദിക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ കേരളം ഭരിക്കുന്നത് UDF ആണോ അതോ BJP ആണോ എന്ന് ചോദിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ കേരളത്തിന്റെ ഭരണം മാറ്റപ്പെടുകയല്ലേ. ഭരണം ഏറ്റെടുത്ത് ആദ്യ ദിവസം വന്ദേ മാതരം മുഴുവനായി ആലപിച്ചത് മുതൽ നമ്മുടെ കേരളത്തിൽ RSS എന്താണോ അജണ്ട വയ്ക്കുന്നത് അതെല്ലാം നടത്തിക്കൊടുക്കുന്ന ഒരു മുഖ്യമന്ത്രിയായി കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയും ഭരണ സംവിധാനവും മാറുകയാണ്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡോക്ടർ അജീസി പണിക്കർ സ്വാഗതം പറഞ്ഞു. വാർഡ് കൗൺസിലർ ഹയർനിസ നസീർ അധ്യക്ഷത വഹിച്ചു. ഷീല സതീശൻ, സതി ജയകൃഷ്ണൻ എന്നിവർ അഭിവാദ്യങ്ങൾ അർപ്പിച്ച് സംസാരിച്ചു. സ്ത്രീ സുരക്ഷാ പെൻഷൻ പുനഃസ്ഥാപിക്കുക, ക്ഷേമ പെൻഷനുകൾ വീടുകളിൽ എത്തിക്കുക, സ്ത്രീ സംവരണം ഉറപ്പാക്കുക, വിലക്കയറ്റം നിയന്ത്രിക്കുക, സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയ മന്ത്രി CP ജോൺ രാജിവെക്കുക തുടങ്ങി സ്ത്രീകളുടെ അവകാശ സമരത്തിനായുള്ള വനിതാ മുന്നേറ്റമായി പ്രതിഷേധ മാർച്ച് മാറി. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.